മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്ന യൂണിറ്റിലെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പേജ് 8. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ കാക്കിരി, പൂക്കിരി എന്നുള്ളതാണ്. അത് നിരവധി തവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ഈ വാക്കുകൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. കാക്കിരി, പൂക്കിരി എന്ന വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കവിത വായിക്കുന്നവർക്ക് സ്വന്തം നിലയിൽ അർത്ഥം സങ്കല്പിക്കാവുന്നതാണ്. ഓരോ വരിയിലും എന്തൊക്കെ അർത്ഥങ്ങളാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എന്ന് പറയുമ്പോൾ പടർന്നു പന്തലിച്ച ഒരു തേന്മാവാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. കാക്കിരി പൂക്കിരി മാങ്ങകൾ എങ്ങനെ എന്ന് പറഞ്ഞാൽ നിറയെ മാങ്ങകളുള്ള, എല്ലാ കൊമ്പിലും മാങ്ങകളുള്ള ഒരു മാവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ എന്ന് പറയുമ്പോൾ ഓടിക്കളിക്കുന്ന നിരവധി കുട്ടികൾ, നിരവധി പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ സമപ്രായക്കാരോ ആയിട്ടുള്ളത്, അത് നമ്മൾ ഓരോരുത്തരും വായിക്കുമ്പോൾ അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച ഒരു ചിത്രമാണ് അവിടെ വരുന്നത്. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും വീശുന്ന കാറ്റ്. കാക്കിരി പൂക്കിരി 4-5 എണ്ണം എന്ന് പറയുമ്പോൾ പല സ്ഥലത്തായി വീഴുന്ന മാമ്പഴങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം എന്ന് പറയുമ്പോൾ തട്ടിപ്പറിച്ചും പങ്കുവെച്ചും വായിൽ മാമ്പഴങ്ങൾ എത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ചിന്തകളാണ്. മറ്റൊരു അനുഭവമുള്ളവർക്ക് മറ്റൊരു രീതിയിലായിരിക്കും ആ ചിന്തകൾ വരുന്നത്. അതായത് കാക്കിരി പൂക്കിരി എന്നുള്ളതിന് പ്രത്യേകിച്ചൊരു അർത്ഥമില്ല, ഒരു കലവില എന്നൊക്കെയുള്ള ഒരു ഏകദേശ അർത്ഥമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കുക. ഇവിടെ എന്തൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും നോക്കാം. ഒരു വലിയ മാവ് വരയ്ക്കാം, അതിൽ നിറയെ മാങ്ങകൾ വരയ്ക്കാം, പഴുത്ത മാങ്ങകളും ആ മാവിൽ വരയ്ക്കാം, മാങ്ങ തിന്നാൻ വരുന്ന കിളികളെ വരയ്ക്കാം, മാഞ്ചുവട്ടിൽ കളിക്കാൻ പറ്റിയ ഒരു, ഇങ്ങനെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. അടുത്തത് വാമൊഴിച്ചന്തം തിന്താരൂതക എന്ന ഒരു നാടൻ പാട്ടാണ്. പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. അതെല്ലാവരും പാടി നോക്കുക. ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. ഞാനിവിടെ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കാം. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും നീരാടാൻ ആറിലെ കാട്ടിലെ നീർച്ചോല, ആറാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ 7-ാം കടവിലെ പൂന്തോണി, 7-ആനമ്മയ്ക്കും മക്കൾക്കും കാണാൻ 8-ര-കാവിലെ തുള്ളാട്ടം, 8-ആനമ്മയ്ക്കും മക്കൾക്കും കേൾക്കാൻ 9 കിളിയുടെ പാട്ടുണ്ടേ, 9-ാം അമ്മയ്ക്കും മക്കൾക്കും തിന്നാൻ 10 ഇല കൊണ്ടുള്ള തോരനത്രേ, 10-ാം അമ്മയ്ക്കും മക്കൾക്കും സ്വന്തമായി പത്തനാപുരത്തൊരു കോട്ടയുണ്ട്. ഇനി അതിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ്. അടുത്ത പാഠം നോക്കാം. പഴഞ്ചൊൽ പെരുമ എന്നുള്ളതാണ്. പഴഞ്ചൊൽ പെരുമ എന്നുള്ള പാഠഭാഗം എല്ലാവരും വായിക്കുക. വായിച്ചതിന് ശേഷം ആ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ചോദ്യങ്ങളുള്ളത് പേജ് നമ്പർ 14-ലാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിവരണം വായിച്ച പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. ഈ വിവരണത്തിൽ 3 പഴഞ്ചൊല്ലുകളാണ് തന്നിട്ടുള്ളത്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അരി എറിഞ്ഞാൽ 1000 കാക്ക, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട്. ഇങ്ങനെ 3 എണ്ണമാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ? കാക്കയുടെ വരവിനെ കുറിച്ചല്ല പറയുന്നത്. കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ കാക്കകൾ കലവില ചിലച്ചുകൊണ്ട് ചുറ്റും പാറി നടക്കും. ഇതേപോലെ ഒച്ചയുണ്ടാക്കി ഓടിക്കളിച്ച് നടക്കുന്ന എന്ന ആശയം വരുന്ന സന്ദർഭത്തിലാണ് ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. ഒരുമ തന്നെ പെരുമ. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഒരുമ തന്നെ പെരുമ എന്നുള്ള ഒരു പഴഞ്ചൊല്ല് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ചേരുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഉഴുന്നുവട കുറെ ഉറുമ്പുകൾ ചേർന്ന് ചുമന്നുകൊണ്ട് പോവുകയാണ്. 1-2 ഉറുമ്പിനെ ഒരിക്കലും ഒരു ഉഴുന്നുവട പൊക്കിക്കൊണ്ട് പോകുവാൻ സാധിക്കില്ല. ഇവിടെ കുറെ ഉറുമ്പുകൾ ചേർന്നപ്പോൾ അവർക്ക് ഒരിക്കലും സാധിക്കാത്ത ആ വലിയ കാര്യം അവർ ചെയ്തിരിക്കുന്നു. കഥ കസ്തൂരി എന്നൊരു പാഠഭാഗമാണ് വായിക്കാനുള്ളത്. ഇതിലൊരു നാടോടി കഥയാണ് ഉള്ളത്. ഇത് നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കും. നമുക്ക് 19-ാമത്തെ പേജിലെ ചോദ്യങ്ങൾ നോക്കാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ? എന്തുകൊണ്ട്? നാടോടി കഥകളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതിന് ഒരു താളമുണ്ട്. താളം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കുണ്ട്. ഒന്നിനോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രമാനുഗതമായി പോകുന്ന ഒരു ഒഴുക്ക്, അതിനാണ് താളം എന്നിവിടെ പറയുന്നത്. വാക്കുകളുടെ, വരികളുടെ, സംഭവങ്ങളുടെ ആവർത്തനമുണ്ട്.
കേൾവിക്കാർക്ക് പങ്കാളിത്തമുണ്ട്. ചിലപ്പോൾ ഇടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ നിങ്ങളോട് പറയും. എല്ലാ കഥയിലും ഇല്ല, ചില കഥകളിലൊക്കെ. ശബ്ദത്തിലെ ഉയർച്ച താഴ്ചകൾ എന്നിവയുണ്ട്. പരിചിതമായ കഥാപാത്രങ്ങളും സംഭവങ്ങളും ആയതിനാൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് പോലെ തോന്നും. അപ്പൊ ഇത്തരം കഥകൾ നമ്മൾ ശേഖരിച്ചൊരു പതിപ്പ് ഉണ്ടാക്കാൻ ചിലപ്പോൾ നിങ്ങളോട് ടീച്ചർ പറയും. നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് 20. ഒളിച്ചുകളി എന്ന ഒരു ചെറിയൊരു കടങ്കവിതയാണ് അവിടെ തന്നിരിക്കുന്നത്. ഇത് കുമാരനാശാന്റെ പുഷ്പവാടി എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിലുള്ളത്. ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിൽ ഈ വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. ഈ കവിതയുടെ ആശയം നമുക്കൊന്ന് നോക്കാം. തളിരിട്ട് ആടിയാടി നിൽക്കുന്ന മരക്കൊമ്പ്, അതിൽ സൂര്യരശ്മി പോലെ 4 ഭാഗത്തേക്ക് നീണ്ട നൂല് കൊളുത്തിയിരിക്കുന്നു. കുളത്തിൽ പ്രതിബിംബിച്ച് കാണുന്ന സൂര്യബിംബം പോലെ കാറ്റത്താടുന്ന ഈ വെളുത്ത വല വിരിച്ചിരിക്കുന്ന വിചിത്ര ആകൃതിയുള്ള ഇവൻ ആരാണ്? ഇതാണ് ഈ കവിതയിൽ ചോദിക്കുന്നത്. അതായത് ഇതിലൊരു ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ജീവിയുടെ പേര് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഈ കവിതയുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എഴുതാൻ പറയുന്നുണ്ട്. തളിർത്ത്, തളിരിലകൾ ഉണ്ടായ, ഉലഞ്ഞ്, കാറ്റ് തിളകിയ, തരുക്കൾ, വൃക്ഷങ്ങൾ, ശാഖ, വൃക്ഷങ്ങളുടെ കൊമ്പുകൾ, രശ്മി, കിരണം, അർക്കൻ, സൂര്യൻ, ബിംബം, ഛായ, വിചിത്ര രൂപൻ, വിചിത്രമായ രൂപത്തോടു കൂടിയവൻ. ഈ പാഠഭാഗത്തുള്ള കഠിന പദങ്ങളുടെ എല്ലാം അർത്ഥം പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് അതിൽ ഏതെങ്കിലും 1 2 എണ്ണം തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ അടിയിലെ ചോദ്യം നോക്കാം. ഈ കവിതയ്ക്ക് എന്ത് പേരാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഞാൻ ഈ കവിതയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് വിചിത്ര രൂപൻ എന്നാണ്. നല്ല രസമുള്ള ഒരു വാക്കായതുകൊണ്ടാണ് ഞാൻ ആ പേര് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കവിതയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന, എടുത്തു കാണിക്കുന്ന വിചിത്രരൂപി ആര് എന്നാണ്. അതുകൊണ്ട് ഈ ഭാഗത്തിന് ഞാൻ വിചിത്ര രൂപൻ എന്ന പേരാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെറുതെ ഒരു പേര് കൊടുക്കുകയല്ല വേണ്ടത്. അത് എന്തുകൊണ്ട് കൊടുത്തു എന്ന് നമ്മളുടെ മനസ്സിൽ ഒരു മറുപടി നമ്മൾ തയ്യാറാക്കി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത്. കടങ്കവിതയുടെ കുറച്ച് വരികൾ കൂടിയുണ്ട്. ഇതൊരു കുറച്ചുകൂടി വലിയ കവിതയാണ്. കുമാരനാശാൻ എഴുതിയ, കുട്ടികൾക്ക് വേണ്ടി എഴുതിയ രസകരമായ ഒരു കവിതയാണ് ഇത്. ഈ കവിതയുടെ പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണ്. ഈ കവിത മൊത്തമായി നമുക്കൊന്ന് വായിച്ചു നോക്കാം. കവിത നമ്മൾ ഒരിക്കലും വായിച്ച് നോക്കുകയല്ല വേണ്ടത്, വായിച്ച് രസിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ കവിത വായിച്ച് രസിക്കാം. തോട്ടത്തിലെ എട്ടുകാലി, കുമാരനാശാൻ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തന്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി വെളുത്ത കണ്ണി വെച്ചെഴും വിചിത്ര രൂപനാരിവൻ. അടുത്തിടുന്നൊരീച്ച പാറ്റ ആദിയായ ജീവിയെ പിടിപ്പതിന്നു കണ്ണി വെച്ചൊളിച്ചിരുന്നു കൊള്ളുവാൻ, പഠിച്ച കള്ളനാരു നീ പ്രഗത്ഭനായ മുക്കുവ, കിടാത്തനോ കടുത്ത കാട്ടിലുള്ള കൊച്ചുവേടനോ, മിനുത്തു നേർത്ത നൂലിതെങ്ങു നിന്നു മോടി കൂടുമീ അനർഘമാം നെയ്ത്തു തന്നെ അഭ്യസിച്ചതെങ്ങു നീ, നിനക്ക നിന്റെ തുന്നൽ കാഴ്ചവേല തന്നിലെത്തിയാൽ നിനക്കു തങ്കമുദ്ര കിട്ടും 8 കാലി നിശ്ചയം. നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. മാനത്തെ കാഴ്ചകൾ എന്നാണ് അടുത്ത പാഠഭാഗത്തിന്റെ പേര്. പ്രഭാവർമ്മ എഴുതിയ ഒരു ചെറിയ കവിതയാണ്. പേജ് നമ്പർ 21 ചില ചോദ്യങ്ങൾ നോക്കാം. തീരം കാണാത്ത കായലായിട്ടാണല്ലോ ആകാശത്തെ കവി പറയുന്നത്. കായലിനും ആകാശത്തിനും തമ്മിൽ ചേർച്ചയുണ്ടോ? എന്തു തോന്നുന്നു? ഉത്തരം: തീരത്തിനും ആകാശത്തിനും ചേർച്ചയുണ്ട്. രണ്ടിനും അറ്റമില്ല. നീലനിറവുമുണ്ട്. തീരം എന്ന് പറഞ്ഞാൽ കടൽ തീരമാണ്. അടുത്ത ചോദ്യം: ചന്ദ്രകല ആകാശത്തിലെ തോണിയാണ് എന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ചില ദിവസങ്ങളിൽ ചന്ദ്രകലയ്ക്ക് തോണിയുടെ ആകൃതി ഉള്ളതുകൊണ്ടാണ് കവി അങ്ങനെ പറയുന്നത്. പേജ് നമ്പർ 22 കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. മാനത്ത് തീയും പുകയും ചൂടുമില്ലാത്ത തീക്കനലുണ്ടത്രേ നക്ഷത്രം. നക്ഷത്രം എന്നുത്തരം കിട്ടുന്ന മറ്റൊരു കടങ്കഥ പറയാമോ? ഒരു കടങ്കഥ പറയാം. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം നക്ഷത്രമാണ്. അടുത്ത ചോദ്യം നോക്കാം. മുകളിൽ നൽകിയ ചിത്രത്തിലെ വസ്തുക്കൾ, ദൃശ്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി കടങ്കഥകൾ നിർമ്മിക്കൂ.
കൂട്ടുകാരുമായി പങ്കിടൂ. അവയുടെ ഉത്തരം കൂട്ടുകാർക്ക് കണ്ടെത്താനാവുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് ഈ ദൃശ്യത്തിൽ തന്നിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കാം. അതിനുശേഷം അത് ഉത്തരമായി വരുന്ന കടങ്കഥകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഈ ദൃശ്യത്തിൽ നമുക്ക് ട്രെയിൻ തന്നിട്ടുണ്ട്, ക്ലോക്ക് തന്നിട്ടുണ്ട്, കാറ്, ഓട്ടോറിക്ഷ, ലോറി, പക്ഷി, പശു, പുഴ, വെള്ളം, മരം, തെങ്ങ്, വീട്, നെൽപ്പാടം ഇവയൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവയ്ക്ക് ഉത്തരമായി വരുന്ന കടങ്കഥകളാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ആടിയോടി വരുന്ന വെമ്പാല മൂർഖന്റെ പേര് പറയാമോ? ഉത്തരം തീവണ്ടി. ചുരുട്ടിയിട്ടും ചുരുട്ടിയിട്ടും തീരാത്ത പായ, റോഡ്. കുഞ്ഞിക്കാലൻ മെല്ലെ മെല്ലെ, നീണ്ട പയ്യൻ വേഗം വേഗം. ക്ലോക്കിലെ സൂചിയാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കടങ്കഥകൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവണം? ക്ലാസ്സിൽ ചർച്ച ചെയ്തു, കണ്ടെത്തി എഴുതൂ. കടങ്കഥകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കടങ്കഥകൾക്ക് നല്ല താളം വേണം. താളം ഉണ്ടാവാനായിട്ട് അക്ഷരം, വാക്ക് ആവർത്തിക്കുന്നത് താളമുണ്ടാക്കും. ഉത്തരം ഒളിപ്പിച്ചു വെക്കണം, സൂചനകൾ നൽകണം. 28-ാമത്തെ പേജിലെ ചോദ്യങ്ങൾ നോക്കാം. ഇതിൽ ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ നടക്കുമ്പോൾ കാണുന്നത് പാട്ട്, നൃത്തം, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. അടുത്ത ചോദ്യം, സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? കുഞ്ഞരിപ്രാവ് ഒരു വിവരണം പറഞ്ഞിട്ടുണ്ട്. ആ വിവരണമാണ് നമ്മൾ എഴുതേണ്ടത്. കുഞ്ഞരിപ്രാവ് നാട്ടിലൊക്കെ ചുറ്റിത്തിരിയുന്നതിനിടയ്ക്ക് കാടരിക LP സ്കൂളിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് കേട്ടു. സ്കൂളിൽ കലോത്സവം നടക്കുന്നതിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു അത്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട് കണ്ടപ്പോൾ കുഞ്ഞരിപ്രാവിന് അതൊരു പൂത്ത താഴ്വര പോലെ തോന്നി. ലളിതഗാന മത്സരത്തിലെ ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ കൈയടിക്കുകയും ആർപ്പ് വിളിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അവിടെ നടന്നു. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. അടുത്ത ചോദ്യം നോക്കാം. കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? പാട്ട്, നൃത്തം, ചിന്നമളി മത്സരം, ഫാൻസി ഡ്രസ്സ്, അത് ഈ ഓന്ത് പോലെയുള്ളവർക്കാണ് ഫാൻസി ഡ്രസ്സ് പറ്റുക, വാലാട്ടിക്കളി. പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്. മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തി. ഇവയെല്ലാം അക്ഷരമാലാ ക്രമത്തിൽ എഴുതി വെക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതൂ. അക്ഷരമാലാ ക്രമത്തിൽ എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു 5-6 വാക്ക് തന്നിട്ട് അത് അക്ഷരമാലാ ക്രമത്തിൽ എഴുതാൻ ചോദിക്കും. അക്ഷരമാലാ ക്രമം എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ, അത് കഴിഞ്ഞ് വ്യഞ്ജനാക്ഷരങ്ങൾ, ആ ഈ ആ ക്രമത്തിൽ വരുന്ന വാക്കുകൾ. ഇനി നമുക്ക് ഈ മത്സരങ്ങൾക്ക് ചേരുന്ന മത്സരാർത്ഥികളുടെ പേര് കൂടി എഴുതണം. ഒരിടൽ മത്സരത്തിന് കുറുക്കൻ, നായ ഇവർക്കാണ് മത്സരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ചാട്ട മത്സരത്തില് മാൻ, കുരങ്ങൻ, പുലി ഇവർക്ക് മത്സരിക്കാം. ചിന്നമളി മത്സരത്തിൽ ആന, നൃത്തത്തിൽ മയിൽ, പാട്ട്, കുയിൽ, തത്ത, മൈന, ഫാൻസി ഡ്രസ്സ് ഓന്ത്, പൂമ്പാറ്റ, മരം കയറൽ മത്സരം അണ്ണാൻ, ഉറുമ്പ്, മരം കൊത്തി, മാളം. അടുത്ത ചോദ്യം നോക്കാം. കാട്ടു കലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? മരം കയറൽ മത്സരത്തിന്റെ നിയമാവലിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിസിൽ കേട്ടാലേ മത്സരം തുടങ്ങാവൂ. ആദ്യം ഫിനിഷിംഗ് പോയിന്റ് മറികടക്കുന്ന ആൾ വിജയിക്കും. മരത്തിൽ നിന്നും വീണാൽ ഫൗളായിരിക്കും. മരത്തിൽ നിന്ന് മുകളിലേക്ക് ചാടാൻ പറ്റില്ല. റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും. കാട്ടിലൊരു കായികമേള നടത്തുന്നു. അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? എഴുതൂ. കാട്ടിലെ കായികമേള നടത്തുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസിന്റെ പേര് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പാഠഭാഗം നോക്കാം. നിറങ്ങളുടെ നൃത്തം എന്ന് പറയുന്ന ഒരു വായനാക്കുറിപ്പാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതെല്ലാവരും വായിച്ചു നോക്കുക. അതിൽ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കഥകളിയുടെയും പടയണിയുടെയും ചിത്രം തന്നിട്ടുണ്ട്. ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? ഇവിടെ നിങ്ങൾക്ക് കഥകളിയുടെയും പടയണിയുടെയും ഒരു വീഡിയോ ക്ലിപ്പിംഗ് ടീച്ചർ കാണിച്ചു തരും. അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഉത്തരം എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത ഭാഗം 30-ാമത്തെ പേജിലാണ്. അവിടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. പടയുടെ കെടുതി എന്ന് പറയുന്ന ഒരു കവിതാ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. പേജ് 31-ലെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണം. പേജ് 31 എടുത്ത് അതിലെ ചോദ്യങ്ങൾ എഴുതാം. ഈ കവിതാ ഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ? കാരണങ്ങൾ എന്തൊക്കെയാവാം? അതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്, നോക്കാം. തമാശ കലർന്ന രീതിയിൽ രംഗങ്ങൾ വർണ്ണിക്കുന്നതിനാലാണ് ചിരി വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത്? ഉത്തരം: യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നു. അത് സരസമായി കവിതയിൽ പറയുന്നു. ഓരോരുത്തരുടെ പേരും അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളുടെ പേരും തമ്മിൽ ഒരു സാമ്യമുണ്ട്. ഇട്ടിപ്പെണ്ണിന് കട്ടിൽ, കോന്തിച്ചേട്ടന് കുന്തം, കണ്ടച്ചാരുടെ മുണ്ട്. ഇത് വായനക്കാർക്ക് രസം പകരുന്നു.
മൂന്നാമത്തെ ചോദ്യം നോക്കാം. പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. എന്തെല്ലാം നഷ്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഉത്തരം: കട്ടിൽ നഷ്ടപ്പെട്ടു, കട്ടിൽ, പെട്ടി, മുണ്ട്, ചെണ്ട, വാള്, ചങ്ങല, ചുരുക, കുന്തം, കൊടുവാൾ, തൂമ്പ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. നാലാമത്തെ ചോദ്യം നോക്കാം. ഇത് പഴയകാലത്തെ കഥ. ഇക്കാലത്താണ് യുദ്ധമുണ്ടാകുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനുണ്ട്? എഴുതി നോക്കൂ. അവയെ ഒരു തുള്ളൽപ്പാട്ടിന്റെ രീതിയിലാക്കി മാറ്റൂ. ഉണ്ടാവുന്ന നഷ്ടങ്ങൾ നമ്മൾ ആദ്യം ഒരു പട്ടിക പോലെ എഴുതണം. അതിനെ ഒരു തുള്ളൽ കവിതാ രൂപത്തിൽ മാറ്റി എഴുതുകയും വേണം. ഞാനിവിടെ ഒരു ചെറിയ തുള്ളൽ കവിതാ രൂപത്തിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പൊട്ടിച്ചിതറിയ വീട്ടിൽ ചെന്നൊരു കുട്ടികളാകെ ഞെട്ടിവിറച്ചു. പൊട്ടിച്ചിതറിയ വീട്ടിൽ ചെന്നൊരു കുട്ടികളാകെ ഞെട്ടിവിറച്ചു. വാവക്കുഞ്ഞിനു പാവകൾ പോയി, ഷാനി കുഞ്ഞിനു ഷൂസുകൾ പോയി, ബേബിക്കുട്ടനു ബാറ്റുകൾ പോയി, ബേബിക്ക് അവരുടെ ബുക്കുകൾ പോയി. വീടുകൾ പൊട്ടി, വീടുകൾ പൊട്ടി, റോഡുകൾ പൊട്ടി, തെങ്ങിൻ തോട്ടം, റബറിൻ തോട്ടം, വാഴത്തോട്ടം, ചേനത്തോട്ടം, സർവ്വതും ഇങ്ങിഹ കത്തി നശിച്ചു. യുദ്ധം സർവ്വതും നാശമതാക്കി. തെങ്ങിൻ തോട്ടം, റബറിൻ തോട്ടം, വാഴത്തോട്ടം, ചേനത്തോട്ടം, സർവ്വതും ഇങ്ങിഹ കത്തി നശിച്ചു. യുദ്ധം സർവ്വതും നാശമതാക്കി. യുദ്ധം സർവ്വതും നാശമതാക്കി. മേനോൻ ചേട്ടനു കാലുകൾ പോയി, കണ്ണന്നവനുടെ കണ്ണുകൾ പോയി, സഞ്ചിത്തിന്റെ സഞ്ചികൾ പോയി. മഞ്ജു ടീച്ചറെ കാണാനില്ല, മഞ്ജു ടീച്ചറെ കാണാനില്ല. ബോംബുകൾ വീണ് സ്കൂളതു പോയി, ഇപ്പോൾ അവിടെ ഒരു ഗർത്തം മാത്രം. ബോംബുകൾ വീണ് സ്കൂളതു പോയി, ഇപ്പോൾ അവിടെ ഒരു ഗർത്തം മാത്രം. ഇപ്പോൾ അവിടെ ഒരു ഗർത്തം മാത്രം. ഒന്നാം യൂണിറ്റ് പരീക്ഷയുടെ, അതായത് ഓണപരീക്ഷയെ ലക്ഷ്യമാക്കിയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വീഡിയോ കൂടി ഉടനെ ഇടുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.